മക്കളെ, ക്ലാസ് 7 CBSE ബോർഡ് ഈ അക്കാദമിക് ഇയറിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് മാത്സിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറി ഈ വർഷത്തേക്ക് എത്തുമ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമായിട്ടുള്ള ചേഞ്ച്, ആൻഡ് അത് നമ്മളെ പഠിക്കാൻ സഹായിക്കുകയാണോ ചെയ്യുക അതോ നമ്മളെ പഠനം കുറച്ച് ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യുക എന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ നമുക്ക് നോക്കാം. യെസ്, ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് എസ് ഓഫ് നൗ നമുക്ക് പാർട്ട് 7 ക്ലാസ് 7 പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന 7th ചാപ്റ്റേഴ്സും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഈ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ 7th CBSE ടെക്സ്റ്റ് ബുക്കിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ചാപ്റ്റർ ഇന്റിജേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഇന്റിജേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഇന്റിജർ എന്ന് പറയുമ്പോൾ 8th വരുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റാഷണൽ നമ്പേഴ്സ്, 9th വരുമ്പോൾ നമ്പർ സിസ്റ്റംസ്, 10th വരുമ്പോൾ റിയൽ നമ്പേഴ്സ്, ഒരു സീരീസ് ആയിട്ട് അങ്ങനെ പോവായിരുന്നു. എന്നാൽ ഇപ്പോ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ ലാർജ് നമ്പേഴ്സ് അറൌണ്ട് അസ് എന്നാണ്. അതായത് നിങ്ങൾ ആ പേരിലുള്ള ഒരു കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ആക്ച്വലി മീനിങ് രണ്ടും സെയിം തന്നെയാണ്. ഒന്ന് ഇന്റിജേഴ്സ് നമ്പേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ ലാർജ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതന്നെ. പക്ഷേ റൈറ്റ് സൈഡിലുള്ള ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ടേംസ് ആണ് റൈറ്റ് സൈഡിലുള്ള ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഉള്ളത്. ചാപ്റ്റേഴ്സിന്റെ നെയിം ഒക്കെ നിങ്ങൾ നോക്കിയേ, കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ടേംസ് ആണ് കാണുന്നത് അല്ലെ. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, ഡാറ്റ ഹാൻഡ്ലിംഗ്, സിമ്പിൾ ഇക്വേഷൻസ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, ഫുൾ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് മാത്രമാണ്. എന്നാൽ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ലാർജ് നമ്പേഴ്സ് അറൌണ്ട് അസ്, നമ്മുടെ ചുറ്റിലുള്ള ലാർജ് നമ്പേഴ്സ് അല്ലെ. മാത്തമാറ്റിക്കൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ഡെയിലി ലൈഫ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയ പോലെ ചാപ്റ്റേഴ്സിന്റെ പേരിൽ കാണാൻ പറ്റും. അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് പ്യുവർ ഇതന്നെ, എ പീക്ക് ബിയോണ്ട് ദ പോയിന്റ്, എക്സ്പ്രഷൻസ് യൂസിങ് ലെറ്റർ നമ്പേഴ്സ്, പാരലൽ ആൻഡ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, നമ്പർ പ്ലേ, എ ടെയിൽ ഓഫ് 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻസ്, ചുമ്മാ ഫ്രാക്ഷൻസ് പേര് വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻസ്, എ ടെയിൽ ഓഫ് 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേര് വെക്കുന്നതിന് പകരം മാത്തമാറ്റിക്കൽ ആസ്പെക്ട് നിന്ന് മാറി കുറച്ചുകൂടെ നമ്മുടെ ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ചാപ്റ്റേഴ്സിന്റെ പേര് തന്നെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. യെസ്, ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. CBSE ഈ പ്രാവശ്യം പുറത്തിറക്കുന്ന ടെക്സ്റ്റ് ബുക്ക് 7 ആയിക്കോട്ടെ 8 ആയിക്കോട്ടെ എല്ലാത്തിലും CBSE പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് കുറച്ചുകൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ഡെയിലി ലൈഫ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് അവർ ഇറക്കാൻ പോകുന്നതെന്നാണ്. അതായത് ഇത്രയും കാലം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ക കണ്ടന്റ്, പ്യുവർ കണ്ടന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റിജേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, ഇന്റിജേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ 7th CBSE ആണ്. അതായത് നിങ്ങൾക്കുള്ള 7th CBSE നിങ്ങളുടെ തൊട്ട് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുള്ള തൊട്ട് സീനിയേഴ്സിനുള്ള 7th CBSE മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്റിജേഴ്സ്. ഫസ്റ്റ് തന്നെ ക്ലോഷർ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. നേരെ ക്ലോഷർ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തു, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളും. ആൻഡ് അടുത്തത് ഓക്കെ, ക്ലോഷർ അണ്ടർ സപ്രഷൻ, അഡീഷന്റെ കേസ് നേരത്തെ പഠിച്ചു. ഇപ്പൊ സപ്രഷൻ വരുന്ന സമയത്ത് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണ്? യെസ്, സോ ക്ലോസ്ഡ് എപ്പോഴാണ് ആവുക? കറക്റ്റ് ആ ഡെഫിനിഷൻ മാത്രം പറഞ്ഞു പോവാണ്. ഡെഫിനിഷൻ അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന പ്യുവർ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പ്യുവർ കണ്ടന്റ് ഓറിയന്റഡ്, അതായത് മാത്സിൽ എന്താണോ പഠിക്കാനുള്ളത് ആ കാര്യങ്ങൾ മാത്രം വിവരിച്ചു പോകുന്നു, അത് മാത്രം പറഞ്ഞു പോകുന്നു. ആൻഡ് നിങ്ങൾ നോക്കുക, യെസ്, A plus additive identity, A plus 0 is equal to 0, A plus 0 is equal to A is equal to 0 plus A. പ്യുവർ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് കൊടുക്കുന്നു, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോക്സ് കൊടുക്കുന്നു. പിന്നെ എക്സാമ്പിൾ, അതിന്റെ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ, എക്സസൈസ് ഉണ്ടാവും, അതിന്റെ ആൻസർ ഉണ്ടാവും. അങ്ങനെ പ്യുവർലി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു 7th ഉണ്ടായിരുന്നത്. 8th, 9th, 10th ഒക്കെ അങ്ങനെ തന്നെയാണ്. പ്യുവർ കണ്ടന്റ് ഓറിയന്റഡ് ടെക്സ്റ്റ് ബുക്ക് ആണത്, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണത്. എന്നാൽ ഈ വർഷത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ലാർജ് നമ്പേഴ്സ് അറൌണ്ട് അസ്. നിങ്ങൾ കണ്ടോ ഫസ്റ്റ് പേജ്, ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ. ഈ പേജും തൊട്ടുമുല്ല ഞാൻ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജും കാണിച്ചു തരാം നിങ്ങൾക്ക്. രണ്ടും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾ നോക്ക്. ഈ പേജ് നിങ്ങൾ നോക്കിയോ? ഈ പേജിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ? കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പ്യുവർ മാത്സിൽ നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് മാത്രമേ ഉള്ളൂ അല്ലെ. ഒരു കഥയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മളോടുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല. മാത്തമാറ്റിക്കലിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നല്ലാതെ, കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ഒരു ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ,
എ ലാക്ക് വെറൈറ്റീസ്. ഈശ്വരപ്പ is a farmer in Chintamani, a town in Karnataka. കർണാടകയിൽ ഒരു ടൗൺ ആയിട്ട് ചിന്താമണിയിൽ ഒരു ഫാർമറാണ് ഈശ്വരപ്പ. He visits the market regularly to buy seeds for rice field. During one such visit, he overheard a conversation between Ramanna and Lakshmamma. Okay. Now, Ramanna said, earlier our country had about 1 lakh varieties of rice. Farmers used to preserve different varieties of seeds. അതായത് ഒരു കഥ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടോ? അതേപോലെ തന്നെ ഇമേജസ്, കാരിക്കേച്ചർ പോലത്തെ ഇമേജസ് കണ്ടോ? അതായത് മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് CBSE. അതോടൊപ്പം തന്നെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവര് കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്യുവർ തിയറി പറയുന്നു, പ്യുവർ ആ ഒരു മാത്തമാറ്റിക്കൽ ആസ്പെക്ട് മാത്രം പറഞ്ഞു പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ടൊരു സ്റ്റോറി ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഒരു സ്റ്റോറി മുതൽ ഒരു സ്റ്റോറി ഇങ്ങനെ തുടങ്ങിയിട്ട് നേരെ മെല്ലെ മെല്ലെ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. മക്കൾ നോക്കിയേ, അടുത്ത പേജ് നോക്കിയേ. അങ്ങനെ ആ ഒരു സ്റ്റോറി പറഞ്ഞു വന്നു, അതിന്റെ ഭാഗമായിട്ട് കുറച്ച് മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങൾ വന്നു. ഒരു സ്റ്റോറിയിൽ നിന്ന് തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് കുറച്ച് മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങൾ വന്നു. എന്നിട്ട് വേറെ 2 കുട്ടികൾ തമ്മിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ എന്താ പറയാ, ഒരു ജസ്റ്റ് ഒരു പാസീവ് ലേണിംഗ് ഉപരി ഒരു കുറച്ചുകൂടി ഒരു ആക്റ്റീവ് ലേണിംഗ്, നമ്മൾ കുറച്ചുള്ള ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്ക് രൂപീകരിച്ചിട്ടുള്ളത്. ആൻഡ് നമുക്ക് നോക്കുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ഗെറ്റിംഗ് എ ഫീൽ ഓഫ് ലാർജ് നമ്പേഴ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റും വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഭയങ്കരമായിട്ട് ഫിഗർ ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അടിപൊളിയാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര എന്താ പറയാ, നമ്മള് പണ്ടൊക്കെ പഠിക്കാൻ പറയുന്ന സമയത്ത് മലയാളം സെക്കൻഡിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടറിയോ? മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക ചെറിയ ചെറിയ കഥകളില്ലേ, നോവലിന്റെ ഒക്കെ ചെറിയ ചെറിയ പോർഷൻസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഥകൾ, കുട്ടി കഥകളൊക്കെയാണ് മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ അക്കാദമിക് ഇയർ ആകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത്, 8ൽ എത്തുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമല്ലോ സ്കൂളിൽ നിന്ന്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേഗം വീട്ടിൽ വന്നിട്ട് എനിക്കെന്താ മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല, കാരണം അതിൽ ഒരുപാട് കഥകൾ വായിക്കാണ്ടാവും. അപ്പോൾ അതേ ഒരു ഫീല് അവർ മാത്തമാറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കാരണം മാത്തമാറ്റിക്സ് നമ്മൾ ജസ്റ്റ് റോ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് വായിച്ച് കുട്ടിയൊക്കെ ഒരു മടുപ്പുണ്ടാവാണ്ടിരിക്കാനായിരിക്കാം ഇങ്ങനൊരു ഇൻവെൻഷൻ അവർ കൊണ്ടുവന്നത്. പക്ഷെ ആസ് എ ടീച്ചർ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം, ഈ ഒരു സംഭവത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ചുമ്മാ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നൊരു പാരഗ്രാഫ് ഇത്രയ്ക്ക് വായിക്കേണ്ട സാധനം കുട്ടികൾ ചിലപ്പോൾ ഇത് മൊത്തം വായിച്ചാലേക്ക് മനസ്സിലാവുക. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക ബെറ്റർ ആയിരിക്കാം. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അതിന്റെ അപ്ലിക്കേഷൻ കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ ആസ് എ ടീച്ചർ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആ സ്ഥാനം വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ രസകരമായിട്ട് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യമായിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ കംപ്ലീറ്റ് ശൈലി തന്നെ മാറിയിരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ കംപ്ലീറ്റ് നാച്ചുറൽ തന്നെ മാറി. നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിന്റെ കംപ്ലീറ്റ് നാച്ചുറൽ മാറി കേട്ടോ, കംപ്ലീറ്റ് നാച്ചുറൽ. നമ്മൾ നോക്ക്, തൊട്ടുമുന്നത്തെ ടെക്സ്റ്റ് ബുക്കാണ് അത്, കഴിഞ്ഞ പോലത്തെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ ഒരു കഥയും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് കുറെ നമ്പേഴ്സും അതിന്റെ ഡെഫിനേഷൻസും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ക്രിയേറ്റീവ് ആയിട്ടെന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ എന്താ പറയാ, ചിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗെയിംസ്, സ്റ്റോറീസ്, ഇതിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ മാത്സ് ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫീഡ് ചെയ്യാണ്. സോ ടോട്ടലി ഇതൊരു നല്ല ചേഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് ഒരു എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മക്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് കാണുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ നെറ്റിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി ഇതെങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ മക്കൾ ഒന്നുകൊണ്ടും തന്നെ പേടിക്കേണ്ട. ഈ അക്കാദമിക് ഇയർ മുഴുവൻ നിങ്ങളെ ഫ്രീ ആയിട്ട് സൈലം പഠിപ്പിക്കും. എല്ലാ ചാപ്റ്റേഴ്സും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ് മുതലായ എല്ലാ സബ്ജക്ട്സിലെയും എല്ലാ ചാപ്റ്റേഴ്സും ഞങ്ങൾ നിങ്ങളെ വൃത്തിക്ക് പഠിപ്പിച്ചു തരും. ഏത് ടെക്സ്റ്റ് ബുക്ക് വന്നോട്ടെ, എത്ര ടഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം തന്നെ ഈ അക്കാദമിക് ഇയർ മുഴുവൻ 1 രൂപ പോലും ഫീസ് വാങ്ങാതെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം സൈലം ക്ലാസ് 7 CBSEയുടെ ഈ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിൽ വരുന്ന ഡെയിലി വരുന്ന ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതിൽ വീഡിയോസ് ഇടും, ഈ ചാനലിൽ വീഡിയോസ് ഇടും, ഷോർട്ട് വീഡിയോസ് ആയിട്ടും ലോങ് വീഡിയോസ് ആയിട്ടും. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഡെയിലി എടുത്ത് നോക്കുക. ചാനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലും വീഡിയോസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഷോർട്സ് വന്നിട്ടുണ്ടോ, ടീച്ചേഴ്സിന് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവർ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ലൈവുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും നോക്കണ്ട. ഒരു
ഫീസും ഇല്ലാതെ ഈ അക്കാദമിക് ഇയർ മുഴുവൻ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. സോ മക്കളെ, ദാറ്റ്സ് ഓൾ. ബൈ.